പാലക്കാട് നിന്ന് കാണാതായ പ്രതിശ്രുത വരൻ വിഷ്ണുജിത്തിനെ കണ്ടെത്തി. ഊട്ടിയിൽ നിന്ന് മലപ്പുറം പോലീസാണ് കണ്ടെത്തിയത്. വിനയ രാജുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി. വിനയ, ഈ 4 ദിവസം ഈ യുവാവ് അപ്രത്യക്ഷനാകാനുണ്ടായ കാരണം വ്യക്തമായോ? തുളസി, എന്തായാലും നിലവിൽ വിഷ്ണുജിത്തിനെ പോലീസ് നാട്ടിലേക്ക് കൊണ്ടുവരികയാണ്. കുറച്ചുകൂടി ഫോർമാലിറ്റീസ് ഉണ്ട്. ഈ ഫോർമാലിറ്റീസ് കഴിഞ്ഞതിന് ശേഷം ഇന്ന് വൈകുന്നേരമോ അല്ലെങ്കിൽ നാളെ രാവിലെയോ ആയി വിഷ്ണുജിത്തിനെ നാട്ടിലേക്ക് എത്തിക്കുമെന്നാണ് പ്രധാനമായും പറയുന്നത്. അതിനുശേഷം വിശദമായി എന്താണ് സംഭവം നടന്നത് എന്ന് വ്യക്തമാക്കുമെന്നാണ് മലപ്പുറം SP നമ്മളോട് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. മലപ്പുറത്ത് നിന്ന് കാണാതായ വിഷ്ണുജിത്ത് ഇന്ന് 6ാം നാളാണ്. 6 നാളായി വിഷ്ണുജിത്തിനെ കാണാതായും. ഇന്ന് 6ാം നാളാണ് വിഷ്ണുജിത്തിനെ കണ്ടെത്തിയിരിക്കുന്നത്. യുവാവിനൊപ്പം ഊട്ടിയിൽ നിന്നാണ് യുവാവിനെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. യുവാവിനൊപ്പം ഇപ്പോൾ മലപ്പുറം പോലീസ് സംഘവും കൂടാതെ ഈ തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ടെന്നാണ് വരുന്ന വിവരങ്ങൾ അനുസരിച്ച്. ഈ തമിഴ്നാട് പോലീസും വലിയ രീതിയിൽ പിന്തുണച്ചു എന്നും സഹായിച്ചു എന്നും മലപ്പുറം SP അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ വൈകുന്നേരം വിഷ്ണുജിത്തിന്റെ ഫോൺ ഓണായതാണ് ഈ വിഷ്ണുജിത്തിലേക്ക് പോലീസിനെ എത്തിച്ചത്. അതാണ് തുമ്പായതെന്നാണ് പ്രധാനമായും ഈ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്നലെ രാത്രിയായിരുന്നു കുന്നൂരിൽ വെച്ച് വിഷ്ണുജിത്തിന്റെ ഫോൺ ഓണായിട്ടുണ്ടായിരുന്നത്. ഈ ഫോൺ ഓണായതാണ് വിഷ്ണുജിത്തിലേക്ക് പോലീസിനെ എത്തിച്ചതെന്നാണ് പ്രധാനമായും പറയുന്നത്. ഈ സൂചനയ്ക്ക് പിന്നാലെയാണ് പോലീസ് ഊട്ടിയിലേക്ക് പുറപ്പെടുന്നതും ഊട്ടിയിൽ നിന്ന് ഈ വിഷ്ണുജിത്തിനെ കണ്ടെത്തിയിരിക്കുന്നതും. 6 ദിവസമായി വിഷ്ണുജിത്തിനെ കാണാൻ അറിയത്തായിരുന്നു. അതിനുശേഷം ഇന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. 6ാം ദിവസമായ ഇന്നാണ് വിഷ്ണുജിത്തിനെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ 4ാം തീയതിയായിരുന്നു ഇത്തരത്തിൽ മലപ്പുറം പള്ളിപ്പുറം സ്വദേശിയായിട്ടുള്ള വിഷ്ണുജിത്തിനെ കാണാതായിട്ടുണ്ടായിരുന്നത്. തുടർന്ന് വലിയ രീതിയിലുള്ള പരിശോധനകളെല്ലാം തന്നെ നടന്നിരുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്നായാലും വലിയ രീതിയിലുള്ള പരിശോധനകളായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് പണം കിട്ടാനുണ്ട്, അത് അത് വാങ്ങണം, ഉടൻ തന്നെ തിരിച്ചു വരാമെന്ന് പറഞ്ഞാണ് വിഷ്ണുജിത്ത് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നത്. ഈ പോകുന്ന സമയത്ത് വിഷ്ണുജിത്തിന്റെ കയ്യിൽ ഏകദേശം 1 ലക്ഷം രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത്. കറക്റ്റായി പറയുകയാണെങ്കിൽ 90 ലക്ഷം രൂപ മാത്രമായിരുന്നു വിഷ്ണുജിത്തിന്റെ കയ്യിലുണ്ടായിരുന്നത്. ഈ പണം കൊണ്ടായിരുന്നു വിഷ്ണുജിത്ത് ഇത്തരത്തിൽ പണം ഉടൻ തന്നെ തിരിച്ചു വരാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും പോയിട്ടുണ്ടായിരുന്നത്. പിന്നീട് വീട്ടിൽ നിന്നും പോയ വിഷ്ണുജിത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. ഈ സ്വിച്ച് ഓഫ് ആയതാണ് പിന്നീട് വീട്ടുകാർ കൂടുതൽ പരിഭ്രാന്തിയിലാവുകയും പോലീസിനെ വിവരം അറിയിക്കുകയുമായിരുന്നു. പിന്നീട് കഴിഞ്ഞ ദിവസം വിഷ്ണുജിത്തിനെ പാലക്കാട് കഞ്ചിക്കോടുള്ള ഒരു ഐസ്ക്രീം കമ്പനിയിലാണ് ജീവനക്കാരനാണ് ഈ വിഷ്ണുജിത്ത്. ഈ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു വിഷ്ണുജിത്തിന്റെ വിവാഹം നടക്കാനിരിക്കെ 3 ദിവസം മുൻപാണ് വിഷ്ണുജിത്ത് ഇത്തരത്തിൽ കുറച്ച് പണം കിട്ടാനുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും പോയിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ വിഷ്ണുജിത്തിന്റെ വിവാഹം പിന്നീട് മുടങ്ങുകയായിരുന്നു. എന്നാൽ വിവാഹത്തിന് 3 ദിവസം മുൻപ് പോയ വിഷ്ണുജിത്ത് ഇന്ന് 6ാം നാളായപ്പോഴാണ് പോലീസ് വിഷ്ണുജിത്തിനെ പ്രധാനമായും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. പ്രധാനമായും ഈ സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ വിഷ്ണുജിത്തിനെ ആരെങ്കിലും പിടിച്ചു വെക്കുകയോ അപായപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ആദ്യം പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായ നിഗമനം. ഈ കുടുംബക്കാരും ഇത്തരത്തിലൊരു സംശയം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ തന്റെ മകനെ ആരെങ്കിലും പിടിച്ചു വെച്ചിട്ടുണ്ടോ എന്നതടക്കം ഇത്തരത്തിൽ വിഷ്ണുജിത്തിന്റെ കുടുംബാംഗങ്ങളും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് യുവാവ് ജീവനോടെ ഉണ്ട് എന്ന ഒരു കാര്യം വ്യക്തത വരികയായിരുന്നു. തുടർന്ന് ഇന്ന് ഊട്ടിയിൽ നിന്നും വിഷ്ണുജിത്തിനെ കണ്ടെത്തുകയായിരുന്നു. ഈ അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് വിഷ്ണുജിത്തിന്റെ അമ്മ വളരെ വികാരഭരിതയായിട്ടായിരുന്നു പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. തന്റെ മകനെ ഉടൻ തന്നെ വീട്ടിലേക്ക് എത്തിക്കണം, അവനെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നും തന്നെ ചോദിക്കരുത്, അവൻ പാവമാണ് തുടങ്ങിയ വളരെ വികാരഭരിതനായിട്ടായിരുന്നു ഈ വിഷ്ണുജിത്തിന്റെ കുടുംബം മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ മലപ്പുറം SP അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. കുറച്ച് ഫോർമാലിറ്റീസ് തീർക്കാനുണ്ട്. ഈ ഫോർമാലിറ്റീസ് തീർത്തതിന് ശേഷം വിഷ്ണുജിത്തിനെ ഇന്ന് വൈകുന്നേരമോ അല്ലെങ്കിൽ നാളെ രാവിലെയോ ആയി വീട്ടിലേക്ക് എത്തിക്കുമെന്നാണ് പ്രധാനമായും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഊട്ടിയിൽ നിന്നും വിഷ്ണുജിത്തുമായി ഈ മലപ്പുറത്ത് നിന്നുള്ള പോലീസ് സംഘം നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. എന്തായാലും ഇനി കുറച്ച് ഫോർമാലിറ്റീസ് കൂടി തീർത്തതിന് ശേഷം വിഷ്ണുജിത്തിനെ വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷം എന്തിനാണ് വിഷ്ണുജിത്ത് പോയത്, അല്ലെങ്കിൽ ഇതിന്റെ കാരണം എന്താണെന്നതടക്കം ഇനി പോലീസിന് അറിയാനുണ്ട്. അതെല്ലാം ചോദിച്ചതിന് ശേഷമായിരിക്കും ഇനി വിഷ്ണുജിത്തിനെ വീട്ടിലേക്ക് പറഞ്ഞു വിടുക എന്നാണ് ഏറ്റവും പുതുതായി വരുന്ന വാർത്ത അനുസരിച്ച്. തുളസി. ശരി വിനയ.